കുഴപ്പമില്ലടാ, വെടിയും തന്നെ ആയിട്ടാ. എനിക്ക് എന്ത് കുഴപ്പം? വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവളെ ഈ കരിങ്കല്ലായിട്ട് വെടിന്ന് എന്നെ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഇനി എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കായിട്ടിയാ മതി. 5-8 നോക്കാനുള്ളതാണേ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചോ നിങ്ങൾ എന്നാ പറയുന്നേ. എന്തൊക്കെ പേരുകളാ രണസുനക്ക്. വെടി എന്നെങ്ങാനും വല്ലവരും വിളിച്ച രണസുനക്ക് അത് എത്രത്തോളം ഇഷ്ടാണെന്നൊന്ന് കേട്ടു നോക്കിയേ. ഒരു ദേഷ്യം സന്തോഷം. ഞാൻ പിൻ ചെയ്തിരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്നേരം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. വെടിയാണോ ഇനി കൊടുപ്പുകാരിയാണോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അത് കമന്റ് ചെയ്യത്രേ. സംശയിക്കേണ്ട മക്കളെ, ഇതാ എന്ന് പറയുന്നത് പിൻ ചെയ്ത് വെക്കുന്നുള്ളത്. സ്വാഭാവികമായി നമ്മൾ ആരെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞാൽ നമ്മളതല്ലെങ്കിൽ പ്രതികരിക്കും. നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചൂടാവുക ചെയ്യുക. ചെയ്ത കാര്യങ്ങളാണെങ്കിൽ മൗനം വിദ്വാന ഭൂഷണം എന്നുള്ളതാണല്ലോ. ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അഭിമാനമുള്ള കാര്യമാണെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെ പിൻ ചെയ്ത് വെക്കും. കൊള്ളാം ചാച്ചി, കൊള്ളാം. ഇനി രണസുനയുടെ ഒരു അപരത്യം കൂടി വന്നിട്ടുണ്ടേ. ഞാൻ രണസുനയുടെ അപരയാണ്, എനിക്ക് രണസുനയെ പെരുത്ത് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നതാ. പക്ഷെ രണസുന അവർക്ക് കൊടുത്ത മറുപടി കേക്കണ്ടേ? കേക്കന്റെ പൊന്നോ പേറ്റ തള്ള സൈക്കൂല കാണാ. അയ്യോ, രേണുസുതി അല്ലല്ലോ. രേണുസുതിനെ പോലെ തോന്നിയ എന്റെ പേര് രേണുസുതിയുടെ കട്ടുണ്ട് എന്നാ എന്താ പറയുന്നത്? രണസുന അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോക്കി. ദൈവം തമ്പുരാനെ ഇതെന്തായത്? അയ്യോ ദൈവം തമ്പുരാനെ എന്താ ഇത്? ഇതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഇതിന് രണസുനയുടെ കട്ടുണ്ട് എന്ന് പോലും. എന്താടാ, എന്താ നിങ്ങൾക്ക് പറ്റിയേ? കുറെ സോഷ്യൽ മീഡിയ ടീംസ് ഇറങ്ങിയിട്ടുണ്ടേ. ക്യാമറയും വടിയും കുന്തൊക്കെയാണ് ചെല്ലും. നിങ്ങൾ രണസുനയുടെ പോലെ തന്നെയുണ്ട്. ചാച്ചി അങ്ങ് കേറി എയറില്. പക്ഷെ രണസുനക്ക് അതൊന്നും പിടിച്ചിട്ടില്ല കേട്ടാ. എന്റെ തങ്കപ്പൻ ചേട്ടോ, രണസുനയുടെ കട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇനി ചേട്ടായി വല്ലതും ആവോ? ചില ആൾക്കാർ പറയാറുണ്ട്. ഏയ് അങ്ങനെ പറയല്ലേ. ചില ആളുകൾ എന്തായാലും പറയുന്നതല്ലേ. എന്നാലും എന്റെ തങ്കപ്പൻ ചേട്ടോ. പക്ഷെ രണസുന പറഞ്ഞ നിങ്ങൾ കേൾക്കണം. ഇതിനും ഒന്നുമില്ലടാ. എന്തൊക്കെയാടാ പറയുന്നേ? നിങ്ങൾക്കാർക്കില്ല രണസുനയുടെ ഫേസ് കട്ടായിട്ട് തോന്നിയ? ശബ്ദമൊക്കെ ചെറുതായിട്ടുള്ളത് പോലെ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ആ ഒരു സംശയത്തിലേക്ക് ഇനി ചായക്കട എങ്ങാനും തങ്കപ്പൻ ചേട്ടൻ അവിടെ പോയി ഇട്ടിട്ടുണ്ടാവോ? പറയാനൊന്നും പറ്റൂല. തങ്കപ്പൻ ചേട്ടൻ വല്ലാത്തൊരു തങ്കപ്പൻ ചേട്ടൻ അറിയാമല്ലോ. ആ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി ആ ചെക്കനൊന്ന് ചെന്നപ്പോ എന്റെ പൊന്നു കിച്ചു, നീ കണ്ടില്ലേ പൊക്കോടാ, കൊണ്ടുപോകാനും സമ്മതിക്കൂല എന്ന് പറഞ്ഞവനാ. വീടുണ്ടാക്കി കൊടുത്ത ആളുകളുടെ മുന്നിൽ വെച്ച് പോലും ആ വീട് കറ എന്ന് മാന്തി JCB പോലെ മാന്തി എടുത്തിട്ട് ഇത് പൊളിയുന്നുണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാ. അപ്പൊ പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ ചിലപ്പോ ഉണ്ടാക്കി എന്നൊക്കെ വരുമല്ലോ അല്ലേ? ഇനി കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയാറുണ്ട് രേണുസുതിയുടെ കട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാ ഞാൻ രേണുവിന്റെ കസിനാണെന്ന് പറയും. ആ സത്യം, പരമാർത്ഥം. രണസുനയുടെ എന്താ നിങ്ങൾ കട്ടെടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കൂ. ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് കട്ടെടുത്ത കഥയൊക്കെ. എടാ, ഇങ്ങനെ ഒരു ഉടുപ്പില്ലാതെ കട്ടെടുത്തിനൊക്കെ തിരിച്ചു കൊടു. രണസുന നിങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്. കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. ഞങ്ങൾ പറയേണ്ട ഡയലോഗില്ലേ? ഇതെന്തിനാ രണസുന പറയുന്നത്? ഓഹോ, അവരോടുള്ള മറുപടിയാണല്ലേ. ആ ചാച്ചി എന്തൊക്കെയാ പറയുന്നു. രേണുവിനെന്താ കുഴപ്പം? എന്താ രേണു ഒരു ഫ്രീ അല്ലേ? രേണു എന്താ അത്രയും ബോറാണോ? ഈ കുറെ എണ്ണങ്ങളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമില് രേണുവിനെ ഇട്ടുണ്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിട്ട്. ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ? അത് ചോദിക്കുന്നവനൊന്നും വേറെ ഒരു പണിയില്ല. ഇങ്ങനെ മറ്റുള്ളവരായിട്ട് ട്രോൾ ചെയ്തിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാനാ? ദുട്ട് കായ് റീച്ച് കിട്ടും. ഇതൊക്കെ കിട്ടുന്നുണ്ട്. അത് കിട്ടും, അതിനാണ്. പിന്നെ എന്റെ പൊന്നു ചാച്ചി, രണസുനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രമാത്രം തെറിയേക്കുന്ന ഒരു വ്യക്തിയുടെ ഡ്യൂപ്പാണ് ഞാനെന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയാൻ ഉളുപ്പ് വേണമെന്ന് ആദ്യം തന്നെ പറയാൻ കേട്ടോ. ചില ആളുകൾ സ്വന്തം ഐഡന്റിറ്റിയിൽ അറിയപ്പെടാൻ തീരെ ആഗ്രഹിക്കില്ല. മറ്റുള്ള ആളുകളുടെ ഐഡന്റിറ്റി കട്ടെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. രണസുനയുടെ എന്തോ കട്ടു എന്നല്ലേ പറയാം. കട്ട തിരിച്ചു കൊടുത്ത് പോവാൻ നോക്കൂ ചാച്ചി. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് രണസുനയെ അങ്ങ് പൊക്കി വെച്ചത്. അതറിയുമോ ചാച്ചി? അങ്ങനെ പൊക്കി വെച്ചത് കൊണ്ടാണ് ചാച്ചിക്ക് ഇപ്പോ വല്ലോരും ഫേസ് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്
ഞാൻ അതിൽ അഭിമാനിക്കാൻ വന്നത്, അഭിമാന പുളകിതയാൻ വന്നതാന്ന് പറഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. പക്ഷെ ചാച്ചിക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട്, കേക്കാം. എന്താ പറയുന്നേന്ന്? ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകള്, യൂട്യൂബിലുള്ള ആളുകൾ എന്നെ ട്രോളിയാണ് ഈ വഴിക്കാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഇപ്പൊ വന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, രാഗിനി അമ്മൂമ്മ ലുക്കിൽ ഞാനിപ്പോ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് അതിവിടെയുള്ള ഇൻഫ്ലു വാണങ്ങളാണ് എന്നുള്ളത്, ഇൻക്ലൂഡ് നമ്മളെ പോലെയുള്ള വാണങ്ങളും. എന്നെ ആരും ഇൻഫ്ലു വാണമായിട്ടൊന്നും കാണണ്ട. ഞാൻ ആർക്കും ഒരു ഇൻഫ്ലു വാണവും തരുന്നില്ല. നിങ്ങളായിട്ട് വിട്ടോളി വാണം, എനിക്ക് നേരല്ല. രേണുസുധിയുടെ കസിൻ തന്നെയാണ്. പിന്നെ ആൾക്കാർ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് രേണുസുധിയുടെ കസിൻ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയേണ്ട മറുപടി ഞാൻ രേണുസുധിയുടെ കസിനൊന്നും അല്ല. എന്താ കറക്റ്റ് രേണുസുധിക്ക് പറ്റിയ ആളെന്നെ. ഞാൻ രേണുസുധിയുടെ കസിനാണെന്ന് കൂട്ടിക്കും, ഞാൻ രേണുസുധിയുടെ കസിൻ തന്നെയാണ് എന്ന് അങ്ങനെ കൂട്ടണ്ട. ഞാൻ അതല്ല, കറക്റ്റ് ടീമാണ് കേട്ടോ, കറക്റ്റ് ടീം. വാക്കുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയാൻ രണസുനക്കേ കഴിയൂ. പിന്നെ രണസുനയുടെ ഡ്യൂപ്പാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകൾക്ക് പറയാതിരിക്കാൻ കഴിയോ? പക്ഷെ രണസുന പറഞ്ഞേക്കോ, ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു ചാച്ചി, നിങ്ങൾ രണസുനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവർക്ക് ഇൻസ്റ്റഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് എന്തായാലും കാഞ്ഞുപോയി. പക്ഷെ നിങ്ങളിത് ഡ്യൂപ്പാണ്, അതാണ്, ഇതാണ്, കസിനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ എത്തി എന്നുള്ളതാ. തങ്കപ്പഞ്ചേട്ടനൊക്കെ മുങ്ങി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ. ഇപ്പൊ രേണുസുധിയുടെ കസിനാണെങ്കിൽ തന്നെ ഇപ്പൊ എന്താണെന്നാ ഈശ്വര, ചെറിയൊരു തലവേദന പോലെ തങ്കച്ചഞ്ചേട്ടോ. ഇപ്പൊ കസിനാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കുറച്ചു നേരത്തെ പറഞ്ഞ അല്ല എന്നുള്ളത്. ഈ വാക്ക് ഇങ്ങനെയാണ് ഈ മാറ്റി മാറ്റി പറയുന്നത്. രണസുന അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. നീ കുറെ നാളായി തുടങ്ങിയിട്ട്, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാ മതി. നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാ മതി ഞാൻ രണസുനയുടെ കസിനാണ് എന്നുള്ളത്. എന്തിനാടാ വെറുതെ തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞത്? രണസുനക്ക് ദേഷ്യം പിടിച്ച എന്താണ്ടാവുക അറിയില്ലേ? അമ്മാതിരി തെറി അങ്ങ് വിളിക്കും. ഷെഫീന ബീബിയെ 2 തെറി വിളിച്ചതിന്റെ ക്ഷീണം എപ്പോഴും മാറിയില്ല. അതുലിനെ വെല്ലു വിളിച്ചതിന്റെ ക്ഷീണവും മാറിയിട്ടില്ല. ഫേസ്ബുക്ക് അവനായിട്ട് ഇങ്ങനെ തീർത്തെടുത്ത്. പിന്നെ ഷെഫീന ബീബി ഓരോന്ന് കുത്തിപ്പൊക്കി ഇങ്ങനെ പുറത്തിട്ടിട്ട് എന്തായാലും കൊള്ളാം. അപ്പോ തെളിയിച്ചിട്ട് പോയാ മതി നിങ്ങൾ ആരാണ്, എന്താണ്, ഏതാണ് എന്നുള്ളത്. കസിനാണ് പോലും, കസിൻ. രണസുനക്ക് പോലും അങ്ങ് പിടിച്ചിട്ടില്ല കേട്ടാ. ഈ രണസുനയെ തന്നെ ജനങ്ങൾക്ക് സഹിക്കാൻ വയ്യ. എപ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റിന്റെ പൊന്നേ. ഇനി രണസുനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലിപ്പും കൂടി കാണിച്ചു തരാം. ഡ്യൂപ്ലിക്കേറ്റെ ഒന്ന് കണ്ടുവെച്ചേമ്പോ. മോർണിംഗ് ഉമ്മ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. അമ്മച്ചി, അയ്യോ കേട്ടില്ലേ? കസിനെ ഡ്യൂപ്ലിക്കേറ്റ്. എന്താടാ കണ്ടാ? ഇതാണ് രണസുന. എന്തൊരു സിമ്പിളാണ് നോക്കിയേ. തന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വന്ന ആളെ ആദ്യമൊക്കെ ചീത്ത അറിഞ്ഞ്, അത് കഴിഞ്ഞ അവസാനം ഒരു ഉമ്മിയും കൊടുത്തിട്ടാ വിട്ടിട്ടുള്ളത്. കഴിഞ്ഞില്ല കാണ്. ഏതവളാണേലും പെൺകുട്ടികൾ എന്നെ ഇവൾക്കൊക്കെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്നെ കുറ്റം പറയുന്നത്. നിനക്കൊന്നും നാണോ ഇല്ലേടി? എടിയും തന്നെ ഞാൻ വിളിക്കും. നിന്റെയൊക്കെ അവസ്ഥ, ഈ അവസ്ഥ നിനക്കൊക്കെ വീട്ടിൽ വരാതിരിക്കട്ടെ. വരുമ്പോ നിനക്കൊക്കെ അറിയാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. മനസ്സിലായോ? 10,000, 2,000, 500 രൂപയ്ക്ക് ഞാൻ തെണ്ടി നടന്നപ്പോ നീ ഒന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട്, എന്റെ 2 മക്കളെ നോക്കാനും വീട്ടുകാരെ നോക്കാനും കറണ്ട് ചാർജ് അടയ്ക്കാനും വാടക എടുക്കാനും കൊടുക്കാനും ഒക്കെ ഞാൻ തെണ്ടി നടന്നിട്ടുണ്ട്. അറിയാവോ? ഒരുപാട് പേരെ സഹായിച്ചു. അല്ല, 500 രൂപയുടെ കഥ ഷെഫീന ബീവിയുടെ ആ വീഡിയോയിൽ ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. 500 രൂപയ്ക്ക് എന്തോ ഒരു സാധനം ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഷെഫീന ബീവിയുടെ ചാനലിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കിക്കളി. 500 രൂപയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അല്ല ചേച്ചി, ഒന്ന് ചോദിച്ചോട്ടെ, കോടീശ്വരിമാരായിട്ടുള്ള കുറെ കൂട്ടുകാരികളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അവരൊക്കെ എവിടെയായിരുന്നു? അവരെ കട്ടത്ത് കയറി ഇരിക്കുകയായിരുന്നു ആ സമയത്ത്. 500 രൂപ പോലും തന്നില്ല. മോശമായി. എന്തായാലും ചേച്ചിയെ കുറ്റം പറയുന്ന ചാച്ചിമാരെ തെരഞ്ഞു പിടിച്ചിട്ടാണ് കേട്ടോ അവളുമാര് എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കിട്ടിയില്ലേ? വാങ്ങി വെച്ചോട്ടാ. ദുരൂഹയിലോ? എന്നാ വർത്താനമാണോ നീ ചോദിക്കുന്നത്? ദുരൂഹയിൽ എന്ത് ദുരൂഹം? അവൻ വേറെ കണ്ട് പറയാൻ വന്ന വാക്ക് തിരിയുന്നില്ല. എനിക്കല്ലേ ദുരൂഹത? എനിക്ക് വല്ല ദുരൂഹതയുണ്ടോ? നീ എന്താ ഉദ്ദേശം? ആദ്യം നീ എന്താ ഉദ്ദേശം? ദുരൂഹ സാഹചര്യത്തിൽ എന്നെ ഇന്ന് വരെ ദുരൂഹ ദുരൂഹ സാഹചര്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് രണസുന പറയുന്നത്.
അപ്പൊ പിന്നെ ഷെഫീന ബീവി പലതും പുറത്തുവിടുന്നതൊക്കെ നുണയായിരിക്കും അല്ലേ? എന്തായാലും ബീവിക്കുള്ള മറുപടി ഒന്നും രണസുന കൊടുക്കുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള മറുപടിയെങ്കിലും കൊടുത്തല്ലോ, സന്തോഷ് അല്ലെ? അപ്പൊ രണസുന ഇനി അട്ടം നോക്കി നടക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വന്ന പ്രോഗ്രാമുകളെല്ലാം തള്ളിപ്പോയിട്ടുണ്ട്. ദുബായിലേക്കുള്ള യാത്രകളെല്ലാം നിലച്ചിട്ടുണ്ട്. UK ഒരു യാത്ര പറഞ്ഞിരുന്നു, അതും നിലച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. കഞ്ഞികുടി മുട്ടിക്കിടക്കാണ്, തൊഴിലുറപ്പിന് പോകേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് രണസുന. നിങ്ങൾ എല്ലാരും കൂടി എന്താണ് ആക്കി? കമന്റും റിപ്പോർട്ടും അടിച്ചിട്ട് അത് ഹാക്കും ചെയ്തിട്ട് ആ പാവത്തിന്റെ ഫേസ്ബുക്ക് അങ്ങ് മൂഞ്ചിപ്പിച്ചല്ലേ. ഇൻസ്റ്റഗ്രാം പോകുമോ എന്നൊരു പേടിയിലാണ് ഇപ്പൊ ചാച്ചി നിൽക്കുന്നത്. അതിനിടയിൽ കുറെ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. കടം വാങ്ങിയ പൈസ തിരിച്ചു താ രണസുന എന്ന് പറഞ്ഞുകൊണ്ട്. ആ കടം വാങ്ങിയ പൈസകളൊക്കെ തിരിച്ചു കൊടുക്കാനെങ്കിലും സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് എങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാൻ ഈ ചങ്ങാതിമാര് സമ്മതിക്കില്ല. എന്താടാ നിങ്ങൾക്ക് എന്തായാലും കൊള്ളാം കേട്ടോ. രണസുനയുടെ ഡ്യൂപ്ലിക്കേറ്റിന് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും സ്വന്തം ഐഡന്റിറ്റിയിൽ അറിയപ്പെടാനാണ് ആഗ്രഹം ഉണ്ടാവുക. ഇവിടെ നേരെ തിരിച്ച് വല്ലവരുടെ ഐഡന്റിറ്റിയിലൊക്കെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അതോ നിരന്തരം തെറി കേട്ടോണ്ടിരിക്കുന്ന ഒരാളുടെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളി. സന്തോഷമായില്ല എല്ലാവർക്കും? അപ്പൊ വീണ്ടും വരാൻ കേട്ടാ. പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.